ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടന്നാലോ. നമ്മളിപ്പോൾ ഒരു പാനിൽ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം കറിയാമ്പട്ട പിന്നെ 2 കറിയാമ്പൂവും കൂടി ഇടാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് വെക്കാം. ഇതിനി വെള്ളം നമ്മുടെ ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നന്നായി പഴുത്ത റോബസ് പഴമാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ കറുത്ത കുത്തുള്ള റോബസ് പഴം എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾ റോബസ് പഴം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം 1 കപ്പ് അളവിൽ ഇത് ഉണ്ടാവണം. അപ്പോൾ എനിക്ക് ആവശ്യം വന്നത് 1.5 റോബസ് പഴമാണ്. അപ്പോൾ നിങ്ങൾ ആ അളവ് അനുസരിച്ച് നോക്കുക. 1 കപ്പ് റോബസ് പഴം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവണം. ഇപ്പോൾ നമ്മളൊരു ചില്ലുകുപ്പി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഉണക്കി വെച്ച ചില്ലുകുപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ പഴം ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തിളപ്പിച്ച് അരി വെച്ച നമ്മുടെ വെള്ളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് മരത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ലിക്വിഡും നമ്മുടെ മൂടി വരുന്ന സ്ഥലത്തും തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവണം. അപ്പോഴാണ് ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കുക. ഇനി നമുക്കിത് ഒരാഴ്ച അനക്കാണ്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരാഴ്ചത്തിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊരു ഉണങ്ങിയ മരത്തവി വെച്ചിട്ട് നന്നായിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒന്നരാടം വെച്ചിട്ട് 14 ദിവസം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കുപ്പി തുറക്കുമ്പോൾ ഒരു ഗ്യാസൊക്കെ വരുന്ന പോലെ തോന്നും. ഇത് നമുക്കൊന്ന് ഡ്രൈ ആയിട്ടുള്ളൊരു ചില്ല് കുപ്പിയിലേക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രെയിൻസൊക്കെ ഉണ്ടെങ്കിൽ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഫിൽറ്റർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ കുപ്പി ഇനിയൊരു 2 ദിവസം കൂടി അനക്കാണ്ടൊന്ന് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ബാക്കിയുള്ള റെസിഡ്യൂം കൂടി താഴെ സെറ്റിലാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ട് ലിക്വിഡൊക്കെ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയൊക്കെ റെസിഡ്യൂം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ഫിൽറ്റർ, കനം കുറഞ്ഞ ഫിൽറ്റർ വെച്ചിട്ട് നമുക്കിത് നിറച്ചെടുക്കാം. അടിഭാഗം വരുമ്പോൾ അത് എടുക്കാണ്ടിരിക്കുക. നമ്മുടെ ലിക്വിഡ് മാത്രം എടുത്താൽ മതി. ഈ ലിക്വിഡ് നമുക്കിനി ഒരു ചില്ല് കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇത് നിങ്ങൾ എത്ര ദിവസം വയ്ക്കണം അത്ര ഇതിന് ടേസ്റ്റ് കൂടും. നമ്മുടെ വൈൻ ഇപ്പം റെഡിയാണ്. നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ബനാന വൈൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാലോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.